ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. കൈകളിലേതി പാലു ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലക്ഷദ്വീപിലെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിലേക്കാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ലക്ഷദ്വീപിൽ എയർപോർട്ടുള്ളൂ. ഏകദേശം 36ഓളം ദ്വീപുകൾ ചേർന്നതാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ കവരത്തിയാണ്. ലക്ഷദ്വീപിലേക്ക് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഗോവയിൽ നിന്നും ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. ലക്ഷദ്വീപിൽ പോകാൻ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, PCC, അതുപോലെ തന്നെ പെർമിറ്റ്, അതായത് ലക്ഷദ്വീപിൽ താമസിക്കുന്ന ഒരാൾ നമ്മളെ സ്പോൺസർ ചെയ്യണം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീതി കുറഞ്ഞ നല്ല കോൺക്രീറ്റ് റോഡുകളാണ് ദ്വീപിൽ. അതുപോലെ തന്നെ ഇവിടെ നിറയെ തെങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദ്വീപിൻ്റെ 2 സൈഡിലുള്ള കടലിന് തന്നെ 2 കളറാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള അക്കോമഡേഷൻ അഗത്തിയിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ താമസിച്ച ഒരു ഹോം സ്റ്റേ ആണ്. വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ഹോട്ടൽ റൂമിനോട് കിടപിടിക്കുന്ന നല്ല മുറികളും ഡൈനിങ് ഹാളും അതുപോലെ തന്നെ കിച്ചനും ഒക്കെയുള്ള ഒരു വീടാണ്. ഇവിടെ എക്സ്പെൻസീവായിട്ടുള്ള റിസോർട്ടുകളും അവൈലബിൾ ആണ്. ടൂർ ഓപ്പറേറ്റേഴ്സിനോട് നമ്മുടെ ബഡ്ജറ്റ് പറഞ്ഞാൽ അവർ അതനുസരിച്ചുള്ള ഹോം സ്റ്റേ അല്ലെങ്കിൽ റിസോർട്ട് നമുക്ക് ബുക്ക് ചെയ്ത് തരും. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ആദ്യത്തെ ദിവസം രാവിലെ നമ്മൾ സ്നോർക്കലിങ്ങിന് പോകുന്നതാണ്. നീന്താൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്നോർക്കലിംഗ്. വളരെ മനോഹരമായ കടലിൻ്റെ അടിത്തട്ട് നമുക്ക് മുകളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും ഈ സ്നോർക്കലിംഗ് വഴി. ഇവിടെ വേവ്സ് കുറവായതുകൊണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി.
നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് ഒരു തിരണ്ടിയെ നമുക്ക് കാണാൻ സാധിച്ചു. നമ്മുടെ പാക്കേജിലുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് ഈ ഗ്ലാസ് ബോട്ട്. ഈ ഗ്ലാസ് ബോട്ടിൽ കയറി നമ്മൾ മറ്റൊരു ദ്വീപിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം കോറൽസുകളെയും മീനുകളെയും ഈ അടിയിലുള്ള ഗ്ലാസ്സിൽ കൂടി കാണാൻ സാധിക്കും. ഇതൊരു ആൾതാമസമില്ലാത്ത ദ്വീപാണ്. ഇതിപ്പോൾ വേലിയിറക്ക സമയമായതുകൊണ്ടാണ് ഇവിടെയൊന്നും വെള്ളമില്ലാത്തത്. അല്ലാത്ത സമയത്ത് ഇവിടെയെല്ലാം വെള്ളമാണ്. ഇത് ഈ ദ്വീപിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ചെറിയൊരു ഗുഹയാണ്. ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് കവര് അല്ലെങ്കിൽ ഈ ബയോലൂമിനിസെൻസ് ഞങ്ങൾക്ക് അവിടെ കടൽ തീരത്ത് കാണാൻ സാധിച്ചു. രണ്ടാമത്തെ ദിവസം രാവിലെ ഇവിടുത്തെ ആളുകളുടെ ചില കലാരൂപങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കും അവരുടെ കൂടെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഉള്ളൊരു അവസരം അവർ ഒരുക്കി തന്നിരുന്നു. നമ്മുടെ അടുത്ത ആക്ടിവിറ്റി സ്കൂബ ഡൈവിംഗ് ആണ്. അതിനുള്ള ട്രെയിനിങ് ആണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. നീന്താൻ അറിയാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് സ്കൂബ ഡൈവിംഗ്. നമ്മുടെ കൂടെ ഒരു ട്രെയിനറും കാണും. അതുപോലെ തന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ ഒരു ക്യാമറാമാനും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയായ നൈറ്റ് ഫിഷിങ്ങിനാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. രാത്രിയിൽ പുറംകടലിൽ പോയി സ്നോർക്കലിംഗ് ചെയ്ത് ഒരു മൂർച്ചയുള്ള കമ്പി കൊണ്ട് മീനിനെ കുത്തിപ്പിടിക്കുന്ന ഒരു അഡ്വഞ്ചറസ് പരിപാടിയാണ് ഈ നൈറ്റ് ഫിഷിംഗ്.
നമ്മൾ പിടിക്കുന്ന മീനിനെ വള്ളക്കാരെ ബാർബിക്യൂ ചെയ്ത് നമുക്ക് തന്നെ കഴിക്കാൻ തരും. ഇത് ലക്ഷദ്വീപുകാരുടെ പ്രിയപ്പെട്ട മീനായ ചൂരമീൻ കൊണ്ടുള്ള അച്ചാറ്, പിന്നെ മറ്റേത് ദീപുണ്ട, അതായത് തേങ്ങ കൊണ്ടുള്ള മധുരമുള്ളൊരു പലഹാരം, പിന്നെ മറ്റേത് തേങ്ങങ്കള്ള് കൊണ്ടുള്ള നീര. നമ്മുടെ പാക്കേജിലുള്ള മറ്റൊരു ആക്ടിവിറ്റിയാണ് കടലിലുള്ള ഈ കയാക്കിംഗ്. താല്പര്യമുള്ളവർക്ക് അതും എൻജോയ് ചെയ്യാം. അങ്ങനെ ഒരുപിടി നല്ല ഓർമ്മകളുമായി ലക്ഷദ്വീപിനോട് യാത്ര പറയുകയാണ്. ഞാൻ എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ലക്ഷദ്വീപിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഇമെയിൽ അയയ്ക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.